സങ്കടങ്ങളില്ലാത്തവരായിട്ട് ആരും ഈ ഭൂമിയിൽ ഇല്ല പാർവതി. പരമകാരുണ്യവാൻ എല്ലാം കാണുന്നുണ്ട്. ആ ധൈര്യത്തിൽ മുന്നോട്ട് പോവുക, അത്ര തന്നെ. എന്റെ പ്രാർത്ഥനയിൽ നീയുണ്ട് പാർവതി. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും. ഓരോരുത്തരുടെയും സങ്കടങ്ങളുടെ അളവെടുക്കാൻ നിന്നാ ഞാനായിരിക്കും മുന്നില്. കരയാൻ എനിക്കുണ്ട് 100 കാരണങ്ങള്. കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന തിരിച്ചറിവുള്ളതുകൊണ്ട് കരയാതിരിക്കാൻ ശ്രമിക്കുന്നതാ. നമുക്കിനി കരയേണ്ട പാർവതി. ഇവിടെ ഇങ്ങനെ വെപ്പം കൂടിയായി എത്ര കാലമെന്ന് വെച്ചാ ആലോചിച്ചൊരു എത്തും പിടിയും കിട്ടുന്നില്ല അമ്മയ്ക്ക്. മക്കൾക്ക് വേണ്ടി ജീവിക്കണോന്നാ നിന്റെ അച്ഛൻ പറയുന്നേ. ഇതൊരു ജീവിതമാണോ മോളെ? ദൈവം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവോ അമ്മേ? അച്ഛൻ വരുന്നു. അച്ഛ, വാടക വീട് റെഡിയായോ അച്ഛ? സാരമില്ല അച്ഛ, ദൈവം എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവുമെന്ന് അച്ഛൻ പറയാറില്ലേ? ദൈവം ഒരു വഴി കാണിച്ചു തരും. അതുവരെ നമുക്ക് ഇവിടെ കഴിയാലോ. ഒന്നിനും കൊള്ളാത്ത ഈ അച്ഛനോട് മോൾക്ക് ദേഷ്യമുണ്ടോ? അച്ഛനോടല്ല, എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യം. എന്റെ തലവരയുടെ ഗുണം കൊണ്ടാ നമ്മൾ ഈ പെരുവഴിയിലായത്. അല്ലേ മോളെ, തലവരെ മാറ്റിമറിക്കാൻ ദൈവത്തിന് അധികം സമയമൊന്നും വേണ്ടല്ലോ. തറവാട്ട് ക്ഷേത്രത്തിലെ മാസപൂജയായിരുന്നു ഇന്നലെ.